വീട്ടിൽ ഒരു ചെറുതേനീച്ചൻ്റെ ഉണ്ടായിരുന്നേ, ഈ ചേരിയിൽ തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ അടുത്തൊരു കൂടുണ്ടായിരുന്നു. അങ്ങനെ അത് അതിൻ്റെ കൂടെ വെച്ചിട്ട് അതിപ്പോൾ ഏകദേശം അയക്കനെ വന്നതാണ് കേട്ടോ. അപ്പം അത് രണ്ട് സെപ്പറേറ്റ് കൂടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ റാണിനെ കിട്ടിയാൽ കൂട് സെപ്പറേറ്റ് ആക്കി വെക്കണമല്ലോ, റാണി മുട്ട വെച്ചിട്ട് കൂട് സെപ്പറേറ്റ് ആക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഓട്ടിട്ടിട്ട് ഞാൻ അതിന് കൂട്ടുന്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്നാൽ ഇങ്ങനെ ഉണ്ടാവുക. ഇപ്പോൾ ഇതിൽ വെള്ളമാണ് ഈ മുട്ടായിട്ട് കിടക്കണുണ്ടോ, അതാണ് ഇതിൻ്റെ മുട്ട. ഇതിൽ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇതിന് ഞാൻ കുറച്ചൊക്കെ എടുത്ത് മെറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഈ മുളൻ്റെ കൂടിലോട്ട്. അതുപോലെ തേൻപൊടി ഉണ്ടാവും, പിന്നെ അതുപോലെ ലേശം തേനും അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ റാണിനെ നോക്കി, എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് നോക്കിയിട്ട് എങ്ങനെ തിരഞ്ഞിട്ടും കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം ഞാനൊരു റാണി മുട്ട കിട്ടിയപ്പം അതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലേശം തേനും കിട്ടിയിരുന്നേ. അപ്പോൾ ഇനി ഇത് വെയിലത്ത് വെച്ചാൽ മതി, അപ്പോൾ അത് ഉരുകിയിട്ട് താഴോട്ട് പോകും. അപ്പോൾ ഏകദേശം ഞാൻ 2 സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് വെച്ചു. പിന്നെ ഒന്ന് ഈ പുതിയ മെറ്റിൽ തേനീച്ചനൊക്കെ റിലീസ് ചെയ്തു. നമ്മൾ പഴയ കൂട് എന്ത് ചെയ്തു, കുറച്ച് അപ്പുറത്താക്കി വെച്ചു. പുതിയത് സാധാ വെക്കണോടത്തും വെച്ചു. അപ്പം ഇതിലും തേനീച്ച ഉണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞാൽ ഏകദേശം ഒരു റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ തേന്. അപ്പോൾ ഇതിന് വെയിലത്ത് വെച്ചാൽ ഇതിൽ നിന്ന് ഉരുകിയിട്ട് തേന് താഴോട്ട് പോകും. വീഡിയോ ഒത്തിരി ക്ലിയർ ഇല്ല. ബൈ.